BJP വെട്ടിലാക്കി. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത കോർപ്പറേഷൻ കൗൺസിലർ തിരുമലാനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും വായ്പ എടുത്തവർ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കിയെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ഗൗരവത്തിൽ കാണണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി. ഇതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാരണം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഗവൺമെൻറ്റിനെയും CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് BJP-ക്കാർ നടത്തുന്ന സമരം വെറും അപഹാസ്യമായി മാറുമെന്ന് മാത്രമല്ല, ഈ കാര്യം നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. അലക്സ് മുഹമ്മദ് വാർത്തകൾ വിവരങ്ങളും വെച്ചിരുന്നു. അലക്സ്, അക്കാര്യം നാട്ടുകാർക്ക് അറിയാവുന്നതാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കടിയിൽ പോയി നോക്കിയാൽ മനസ്സിലാകും. BJP-ക്കാർ തന്നെയാണ് രൂക്ഷമായ വിമർശനം ആ പോസ്റ്റിൽ ഉന്നയിക്കുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ കന്യാസ്ത്രീകളെ സഹായിക്കാൻ പോയ സമയത്ത് നമ്മുടെ ആൾക്കാരെ സഹായിച്ചുകൂടെ എന്ന രീതിയിലുള്ള ഒരുപക്ഷെ അങ്ങനെ പറയരുതാത്ത ചില പരാമർശങ്ങൾ പോലും ഉണ്ട്. അലക്സ്, ഇതിൽ ഇന്നലെയാണ് മാധ്യമപ്രവർത്തകരോട് അതിരൂക്ഷമായ വിമർശനം, ചാടിക്കടിക്കുന്ന മട്ടിൽ രാജീവ് ചന്ദ്രശേഖർ ആക്രമിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി സ്റ്റൈലിൽ അദ്ദേഹം ഇടപെട്ടത്. അതിന് പിന്നാലെ ആത്മഹത്യാക്കുറിപ്പ് വരുന്നു. നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് എന്തായാലും തിരുമലാനിലെ ആളുകൾ CPM-കാരല്ല, അത് BJP-കാർ തന്നെയാണ്. എന്താണ് പുറത്തു വരുന്ന ആത്മഹത്യാക്കുറിപ്പിൽ BJP-യുടെ മറുപടി? അലക്സ്. ഹാഷ്മി, വലിയശാല ഫാം ആൻഡ് ടൂറിസം സൊസൈറ്റിയിലെ പ്രസിഡന്റായിരുന്നു ആത്മഹത്യ ചെയ്ത തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിൽ. ഇതുമായി ബന്ധപ്പെട്ട് BJP-ക്കുള്ളിലും പുറത്തും വലിയ വിവാദം കത്തിപ്പടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം, ഇദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചു പാർട്ടിയെ ബന്ധപ്പെട്ടിരുന്നു, പാർട്ടി കൈയൊഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് CPM നടത്തുന്നത്. മാത്രമല്ല, ഈ വലിയശാല സൊസൈറ്റിയിൽ നിന്ന്, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയിൽ നിന്ന് കൂടുതലായി വായ്പ എടുത്ത് ആ വായ്പ തിരിച്ചടയ്ക്കാതെ പോയതിൽ അധികവും BJP-ക്കാരാണ്, BJP നേതാക്കളടക്കം അക്കൂട്ടത്തിലുണ്ട് എന്ന ആരോപണമാണ് CPM നടത്തുന്നത്. CPM അത് രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.